ആളുകളിലേക്ക് പറഞ്ഞ് ഏങ്ങലടിച്ച് എത്രയോ ദിവസങ്ങൾ, എത്രയോ ആഴ്ചകൾ, എത്രയോ മാസങ്ങൾ എല്ലാം തീർന്നു. വീണുപോയി എന്നിടത്ത് നിന്നും വീണ്ടും ആ കുടുംബത്തെ, ശ്രീ മണ്ണേനജി അടക്കമുള്ള കുടുംബത്തിലെ അംഗങ്ങളെ എഴുന്നേൽപ്പിച്ച് നടത്താൻ പ്രാപ്തമാക്കിയത് നിങ്ങൾ കൊടുത്ത സ്നേഹവും നിങ്ങൾ കൊടുത്ത പിന്തുണയുമാണ്. ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു പിതാവിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മനുഷ്യന് വീണ്ടും സജീവമായി നമ്മളോടൊപ്പം പൊതുരാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ നിലനിൽക്കാൻ സാധിക്കില്ല. അത് ദൈവത്തോട് നിങ്ങളോട് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു. കോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവെച്ച സാന്ത്വനം വാനിലുയര കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും. രാജ്കട്ടിൽ ബാപ്പുജി, നീർഭൂവിൽ രാജീവും, ശക്തിതലിൽ നിറയും ധീര രക്തസാക്ഷികൾ. രാജ്കട്ടിൽ ബാപ്പുജി, നീർഭൂവിൽ രാജീവും, ശക്തിതലിൽ നിറയും ധീര രക്തസാക്ഷികൾ. ഇളമണിഞ്ഞ വഴികളിൽ ഞങ്ങളുടെ ഞാനിവിടെ വന്നിരിക്കുമ്പോൾ എന്നെ ഇവരെല്ലാവരും വിളിച്ചതും എന്നോട് കൊണ്ടുവരാൻ ശ്രമിച്ചതും ഒരിക്കലും അറിയാവുന്നതിനായിട്ടല്ല. 15-ാം തീയതിയുടെ പ്രതിരൂപത്തെയാണ് ഞാൻ ആദ്യമായിട്ട് എനിക്ക് കരുനാഗപ്പള്ളി ആൾക്കാരോടുള്ളൊരിത് കാരണം എൻ്റെ കസിൻ്റെ കല്യാണത്തിന് അടൂര് 2004 ഞങ്ങൾ എൻ്റെ കസിൻ്റെ കല്യാണത്തിൽ നിൽക്കുമ്പോഴാണ് സുനാമി എഴുത്തുനിന്ന് ഭയങ്കര വലിയ വാർത്ത വന്നു. അപ്പം ആ കല്യാണത്തിൻ്റെ ഇടയിൽ നിന്നാണ് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള വാർത്തയായിരുന്നു നടന്നത്. അങ്ങനെ അപ്പോഴാണ് ഞാൻ അപ്പയുടെ ഒരു കരുതൽ മനസ്സിലാക്കിയത്. കരുനാഗപ്പള്ളിക്കാർക്കൊക്കെ ഏറ്റവും കൂടുതൽ സഹായം കിട്ടിയ ഒരവസരം അതായിരിക്കാം. പിന്നെ ജനസമ്പർക്കത്തിലും അല്ലാതെയുമൊക്കെ കിട്ടിക്കാണുമായിരിക്കാം. അപ്പം അങ്ങനെയാണ്. പിന്നെ അതിൽ തുടർന്ന് പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട MLA പല പ്രാവശ്യം അപ്പയെടുത്ത് വരികയും കാര്യങ്ങൾ ഒക്കെ കൊടുക്കുകയും ഒരുപാട് അപേക്ഷകൾ നിങ്ങൾക്ക് വേണ്ടി കൊടുക്കുകയും അതെല്ലാം സാധിച്ചു കിട്ടി, കുറേയെങ്കിലുമൊക്കെ സാധിച്ചു കിട്ടിക്കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ ഒരുപാട് നന്മകൾ എനിക്ക് തോന്നുന്നത് എൻ്റെ അപ്പ ഇവിടുത്തെ വേണ്ടി ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ നിങ്ങളുടെ കാണുന്ന 15-ാം തീയതി പ്രതിനിധിയുമായിട്ടാണ്. എപ്പോഴും വികസനവും കരുതലും ഒക്കെ ഒരുപോലെ കൊണ്ടുപോയാണ്. ഒരിക്കലും വികസനത്തിന് വേണ്ടി കരുതലിന് വേണ്ടി വികസനം മാറ്റി വെച്ചിട്ടില്ല. ഇവിടെ തന്നെ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അപ്പയെപ്പറ്റി പറയാനായിട്ട് പറഞ്ഞതല്ല. നിങ്ങളെല്ലാവരും എന്നെ ഇവിടെ കാണുന്നതിന് ഒരു പ്രതിരൂപം പറഞ്ഞതാണ്. എന്തായാലും ഇവിടെ വന്നിങ്ങനെ നിങ്ങൾക്ക് കാണാനും നിങ്ങൾ സംസാരിക്കാനും കിട്ടിയ അവസരത്തിന് ഞാൻ ഏറ്റവും നന്ദി പറയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട MLA-യോട്. എന്തായാലും ഓരോരുത്തരും ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് കണ്ടപ്പോൾ ഒരു ഫീല് തന്നെ വളരെ ഇവിടുത്തെ കാൻഡിഡേറ്റ് ജയിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഫോട്ടോ വെച്ചിരിക്കുകയാണ്. ഫോട്ടോ വെച്ചിരിക്കുകയാണ്. എന്തായാലും അപ്പം ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും കൈത്തറി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് അദ്ദേഹത്തിനെ വിജയിപ്പിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്താ വെച്ചാൽ ഞാൻ ഇന്ന് ഇവിടെ കഴിഞ്ഞ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു സീറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണം മാറുന്ന ഒരു സീറ്റാണ്. ഒരു സീറ്റെന്നല്ല, അത് നാഷണൽ ലെവൽ വരെ അതൊരു ന്യൂസായി മാറും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചാണ്ടിക്ക് തന്നെ അവിടെ ഒരു പഞ്ചായത്ത് തിരിച്ചു കിട്ടി. അത് അവിടെ ലോക്കലിയൊക്കെ ഭയങ്കര വാർത്തയായി. ഇത് ഭരണം UDF-ലേക്ക് തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ ഒരു നാഷണൽ വൈഡ് ന്യൂസിലേക്ക് പോകാനായിട്ട് സാധ്യതയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്ഥലം, നമ്മുടെ നാടിനൊരു നാഷണൽ പ്രസക്തി ചിലപ്പോൾ കിട്ടിയേക്കാം. അത് വേണമെങ്കിൽ നാളെ നമുക്ക് പല പല കാര്യത്തിലും ബെനിഫിറ്റായി വന്നേക്കാം. പല പല ഡെവലപ്മെൻറ്റ്സ് ഇങ്ങോട്ടൊരു ശ്രദ്ധയെ ആകർഷിക്കപ്പെടുകയാണ് നാഷണൽ ലെവലിൽ തന്നെ. അപ്പോൾ അതും കൂടെ നമ്മൾ കൺസെപ്റ്റ് ചെയ്ത ഒരു കാലയളവാണ്. എന്താ വെച്ചാൽ നമ്മുടെ സ്റ്റേറ്റ് ഭരണമായാലും നാഷണൽ ലെവലിൽ നോക്കിയാലും നമുക്കൊരു രീതിയിലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. സ്റ്റേറ്റിൻ്റെ കാര്യം പറയേണ്ട അവസ്ഥയില്ല. ഒരിക്കൽ കൂടെ
എങ്ങനെയാണ് ഈ നാട് മുമ്പോട്ട് പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു രീതിയിൽ നേരത്തെ കൈപ്പറ്റി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും. കോൺഗ്രസാണു ഭാരതത്തിൽ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവെച്ച സാന്ത്വനം. വാനിലുയരെ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും. എല്ലാവർക്കും അറിയാം. ഞാനെന്റെ 30-40 വർഷം 38-40 വർഷമായിട്ട് പൊതുരംഗത്ത് വിദ്യാർത്ഥി യൂണിയൻ തുടങ്ങി വന്ന ഒരാളാണ്. 2 തവണ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കേണ്ടതായിട്ട് വന്നു. ഒന്ന് ഈ വാർഡിനെ പ്രതികരിക്കണം. നമുക്കറിയാം, എനിക്കെതിരെ മത്സരിച്ചത് ഇന്നത്തെ മുനിസിപ്പൽ ചെയർമാൻ കോട്ടയം രാജു. കോട്ടയം രാജുവിന് കിട്ടിയത് ഈ വാർഡിൽ നിന്ന് 208 വോട്ടുകൾ മാത്രമാണ്. എന്റെ ഭൂരിപക്ഷം 496 ഈ 1 വാർഡിൽ. അപ്പൊ അങ്ങനെ എന്നോട് സ്നേഹം പ്രകടിപ്പിച്ചിട്ടുള്ളവർക്ക് മുന്നിലാണ് ഞാൻ ഞാന് ഒരു തെരഞ്ഞെടുപ്പിനെ വാനിലുയരെ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നേരിടേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്. എല്ലാ കോൺഗ്രസാണു ഭാരതത്തിൽ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവൻ വെച്ച സാന്ത്വനം. വാനിലുയരെ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും. നിങ്ങളോടൊപ്പം ജനങ്ങളുടെ ചടങ്ങ് അവസാനിപ്പിക്കുകയാണ്. നന്ദി പറയുന്നത് വാർഡ് കോൺഗ്രസിന്റെ സമരവീഥികൾ സുധീരമായ ചുവടുകൾ ശിരസുയർത്തി രാഹുൽ ജി വിജയ വഴികൾ തേടവേ. സഹന സമരവീഥികൾ സുധീരമായ ചുവടുകൾ ശിരസുയർത്തി രാഹുൽ ജി വിജയ വഴികൾ തേടവേ. കാത്തുവെച്ച പൈതൃകം മതേതരത്വ സംസ്കൃതി കൃഷ്ണമണികൾ പോലെ ഞങ്ങൾ ഹൃത്തടത്തിലെറ്റിടാം. കാത്തുവെച്ച പൈതൃകം മതേതരത്വ സംസ്കൃതി